ഹലോ ഗായ്സ്, നമ്മുടെ മറ്റൊരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ രാവിലെ ജിമ്മിൽ പോകാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. നല്ല ചെറിയ മഴയുണ്ട്, പക്ഷെ നമ്മൾ ഒന്നും വിട്ടുകൊടുത്തില്ല. നേരെ ജിമ്മിലേക്ക് പോയി നമ്മുടെ വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലാറ്റ് പുൾ ഡൗണ്, കേബിൾ സീറ്റഡ് റോ, പിന്നെ ബൈസെപ്സിന് 2 വർക്കൗട്ട്, പിന്നെ ഷോൾഡറിനും 2 വർക്കൗട്ട്. ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനും അഞ്ജുവും തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് എനിക്ക് ഓഫാണ്, അഞ്ജുവിന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. സോ എനിക്കിന്ന് ഫുഡ് ഉണ്ടാക്കണം. നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ കുക്കറിൽ വെച്ച് 2 വിസിലേക്ക് അടുപ്പിച്ച് അതിന് ശേഷം ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് വെയിറ്റ് ചെക്ക് ചെയ്ത് ചിക്കൻ ബ്രസ്റ്റും മസാലയൊക്കെ പുരട്ടി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് നമ്മുടെ എയർ ഫ്രയറിൽ വെക്കണം. അപ്പം ഞാൻ ആദ്യം വെക്കുന്നത് 10 മിനിറ്റ് വീതമാണ്, ഓരോ സൈഡും 10 മിനിറ്റ് വീതം. അതിനുശേഷം തിരിച്ചിടും. പിന്നെ ഫ്രൂട്ട്സായിട്ട് ഒരു വാട്ടർമെലൺ കട്ട് ചെയ്ത് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡിയായി. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും അപ്പോഴേക്കും എല്ലാം സെറ്റാണ്. നല്ല ചൂട് പറക്കുന്ന ആവി പറക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ. പുറത്ത് നോക്കിയപ്പോൾ ഭയങ്കര സൗണ്ട്. നോക്കിയപ്പം അപ്പുറത്തെ ഗാർഡനിലെ പുല്ല് വെട്ടാനായിട്ട് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. ആകാശമൊക്കെ കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഇന്ന് നല്ല നീലാകാശം, മഴയും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ ചെറുതായിട്ട് മൂടിക്കെട്ടി നിൽപ്പുണ്ട് താനും. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ സെറ്റ് എടുത്ത് ചെയ്ത് നമ്മുടെ ഫുഡ് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ കുറച്ചുകൂടെ കാലറി ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് 2 മുട്ടയും എടുത്തു. അപ്പോഴാണ് അഞ്ച് പറഞ്ഞത് ഇന്ന് നാളെ വേസ്റ്റ് വരും, അപ്പം ബിന്നൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ ബിന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മൾ ലിഡിലേക്ക് പോയി. അങ്ങനെ ലിഡിൽ പോയി നമുക്ക് വേണ്ട അത്യാവശ്യം ഫ്രൂട്ട്സും പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാറായി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് പ്രോട്ടീൻ പൗഡറും മുട്ടയും വാങ്ങാൻ മറന്നുപോയെന്ന്. അപ്പോൾ പ്രോട്ടീൻ പൗഡർ മേടിക്കാനായിട്ട് നമ്മൾ നേരെ ടെസ്കോയിലേക്ക് വിട്ടു. ടെസ്കോ പോയപ്പോഴും പ്രോട്ടീൻ പൗഡർ വാങ്ങി, പക്ഷെ മുട്ട മേടിക്കാൻ നോക്കി മുട്ട അവിടെ തീർന്നു. പിന്നെ ഉള്ള മുട്ടയ്ക്കാണെങ്കിൽ ഭയങ്കര വിലയും. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവിടെ നേരെ ഇറങ്ങി ആൾഡി കയറി. അങ്ങനെ ആൾഡി കയറി മുട്ടയും വാങ്ങി മുട്ടയൊക്കെ എടുത്ത് നമ്മുടെ കാറിൻ്റെ ഡിക്കിയിലിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ നേരെ വണ്ടി എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോകണേ. എൻ്റെ സൗണ്ട് കുറച്ച് ഡള്ളായിട്ട് നിങ്ങൾക്ക് തോന്നും, കാരണം ചെറിയ കോൾഡും കഫൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് ഒരു സുഖമില്ലാതിരിക്കുന്നത്. അതിനുശേഷം നേരെ വീട്ടിലേക്ക് എത്തി. നമ്മൾ വണ്ടിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് കയറി. പിന്നെ ഇതെല്ലാം എടുത്ത് വെച്ച് അറേഞ്ച് ചെയ്തു. എന്നിട്ട് കുറച്ച് നേരം ടി വിയും കണ്ടു. ഇന്നപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.